തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ ഒരു F-35 വിമാനം കുറേ നാളുകളായി ഇവിടെ കിടക്കുകയാണ്. അത് നന്നാക്കാനും മാറ്റാനുമൊക്കെയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതേക്കുറിച്ച് നമ്മൾ ഒരുപാട് ട്രോളുകളും കമൻറ്റുകളും ഒക്കെ തന്നെ ഇറങ്ങുന്നുമുണ്ട്. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് കേരള കേഡറിലെ പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥനായിരുന്ന കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ശ്രീ K. മോഹൻദാസ് ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കുറിച്ചിട്ടുണ്ട്. വരട്ട് തത്വവാദം നമ്മുടെ നാടിൻ്റെ വികസനത്തെ എത്രമാത്രം ദോഷകരമായി ബാധിക്കും എന്ന് നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന് ലഭിക്കുമായിരുന്ന വലിയൊരു അസുലഭമായ ഒരു അവസരത്തെ വെറും പാർട്ടി തത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വരട്ട് തത്വവാദത്തിൻ്റെ പേരിൽ വേണ്ടെന്ന് വെച്ച ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഒരു സംഭവമാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. കാൽനൂറ്റാണ്ട് പഴക്കമുള്ളൊരു കഥയാണ്. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം ലോകോത്തര എയർക്രാഫ്റ്റ് എഞ്ചിൻ നിർമ്മാതാക്കളായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായ മലയാളിക്ക് ഒരു ആശയം തോന്നി. അന്ന് മൃതപ്രായമായി കിടന്ന കേരള ഹൈടെക് ഇൻഡസ്ട്രീസിനെ ഏറ്റെടുത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാന എഞ്ചിൻ റിപ്പയർ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് സ്ഥാപനമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആദ്യം കിൻഫ്ര MD സംസാരിച്ച ശേഷം വ്യവസായ സെക്രട്ടറിയെ കാണാൻ അദ്ദേഹം സമയം ചോദിച്ചു. പിറ്റേ ദിവസം ഡൽഹിക്ക് പോകുന്ന സെക്രട്ടറി അവർ ബോംബെയിലുള്ളത് കൊണ്ട് അവിടെ ഇറങ്ങി അവരോട് ചർച്ച ചെയ്തു. അവർ വമ്പിച്ച തോതിൽ മുതൽ മുടക്കുകയും ടെക്നോളജി കൊണ്ടുവരികയും ചെയ്യുന്നത് കൊണ്ട് 51% ഇക്വിറ്റി അവർക്കും 49% സർക്കാരിനുമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം. അന്ന് വ്യവസായ മന്ത്രിയായിരുന്നത് സുശീല ഗോപാലനാണ്. അവരും ഇക്കാര്യത്തിൽ അതിയായ താല്പര്യം കാണിച്ചു. പക്ഷേ ഇതൊരു നയവ്യതിയാനമാകുന്നതിൻ്റെ ആശങ്ക അവർക്കുണ്ടായിരുന്നു. മരിക്കുമ്പോൾ ചെങ്കൊടി പുതച്ച് കിടക്കണമെന്ന ആഗ്രഹം പറഞ്ഞിരുന്ന അവർക്ക് പാർട്ടിയുടെ തീരുമാനം വേണ്ടിയിരുന്നു. പിന്നീട് അറിഞ്ഞത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അത് അംഗീകരിച്ചില്ല എന്നാണ്. ഇന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ പാർട്ടി നയം നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിഞ്ഞേനെ. പക്ഷേ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറെന്ന് പിന്നീട് കണ്ടെത്തുന്നത് കൊണ്ട് ആർക്കും പ്രയോജനമില്ലല്ലോ. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന് ലഭിക്കുമായിരുന്ന ഒരു വിമാനങ്ങളുടെ എൻജിൻ റിപ്പയർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വൻകിട വ്യവസായ സംരംഭം നമ്മുടെ എത്രയോ അഭ്യസ്തവിദ്യരായ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് തന്നെ മറ്റ് സംസ്ഥാനമുള്ളവർക്കൊക്കെ തന്നെ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഈ ഒരു വലിയ സംരംഭം എങ്ങനെയാണ് പാർട്ടി അവരുടെ നയത്തിൻ്റെ പേരിൽ വേണ്ടാന്ന് വെച്ചത് എന്നുള്ളത് എപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ സ്വകാര്യ മേഖലയുടെയൊക്കെ തന്നെ പുറകെ നടക്കുന്ന CPMലെ അന്നത്തെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് എന്ന് ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.